ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. 20 ലക്ഷം രൂപ ചിലവിൽ ആംബുലൻസുമായി ചേലക്കര താലൂക്ക് ആശുപത്രി. MP കെ രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചേലക്കര മുൻ MLA കെ രാധാകൃഷ്ണന്റെ 2023-24 വർഷത്തെ പ്രാദേശികാസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ 20 ലക്ഷം രൂപ ചെലവിൽ വാങ്ങിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് ആലത്തൂർ ലോക്സഭാംഗം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. താലൂക്ക് ആശുപത്രിക്ക് വാങ്ങിയ ആംബുലൻസിന്റെ നിരത്തിലിറക്കുന്ന കാര്യത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഏകദേശം 20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ ആശുപത്രിക്ക് വേണ്ടി ഒരു ആംബുലൻസ് നമ്മൾ വാങ്ങി. 2023-24 സാമ്പത്തിക വർഷത്തെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ആംബുലൻസ് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. കുറച്ച് കാലതാമസം നേരിട്ടത് താമസം സംഭവിച്ചു. നമുക്കവിടെ ഒരു ദിവസം 6 പേരെയാണ്, ഒരു നേരം 6 പേരെയാണ് നമുക്ക് ചികിത്സിക്കാൻ പറ്റിയത്. കുറേക്കൂടി കൂടുതൽ ആളുകളെ ചികിത്സിക്കാൻ കഴിയുമ്പോൾ കേന്ദ്രമായിട്ട് നമ്മുടെ ഡയാലിസിസ് യൂണിറ്റിനെ മാറ്റാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഉള്ള സൗകര്യം, അതിൻ്റെ കൺസ്ട്രക്ഷൻ അത് വേണ്ടത്ര ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ കുറേ കൂടി സൗകര്യപ്രദമായിട്ടുള്ള റൂമിലേക്ക് നമ്മുടെ ഡയാലിസിസ് മാറ്റുമ്പോൾ കൂടുതൽ രോഗികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും. ഡയാലിസിസ് ചെയ്യാൻ രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് നമുക്ക് സൗകര്യം കൊടുക്കാൻ കഴിയും. ഇപ്പോൾ പരിമിതമായ സൗകര്യം ഉണ്ടായത് ആശ്വാസം തന്നെയാണ്. കുറേ കൂടി വിപുലമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങൾ കുറേ കൂടി മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും അനിവാര്യമായത് സ്ഥലം, ലാൻഡ് അക്വിസിഷനാണ്. അതെല്ലാം നടപടിയും പൂർത്തീകരിച്ചും ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ കൂടി അടുത്ത ദിവസം ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രിയുടെ വികസനം സാധ്യമാവും, കൂടുതൽ സാധ്യമാവും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. കൂടുതൽ രോഗികളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും വേണ്ടിയുള്ള ഒരവസരം ഉണ്ടാകാതിരിക്കട്ടെ. അതായത് രോഗികൾ കൂടട്ടെ എന്ന് പറയാം, കൂടുതൽ ആളുകൾ പോട്ടെ, ആംബുലൻസ് കയറാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. രോഗികളുടെ എണ്ണം നമുക്ക് കുറച്ചു. പക്ഷേ എത്ര പറഞ്ഞാലും തീർച്ചയായിട്ടും രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്, ആക്സിഡൻറ്റ് വർദ്ധിക്കുന്നുണ്ട്. ഒരു ലെവലും ഇല്ലാതെയാണ് നമ്മുടെ ചേലക്കര ആശുപത്രിയിൽ 29 സെന്റ് സ്ഥലം ഇതുവരെ ഏറ്റെടുത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് 6 കോടി രൂപയുടെ പദ്ധതി വരികയാണെന്നും ഡയാലിസിസ് കേന്ദ്രത്തിൽ കൂടുതൽ ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ MP അറിയിച്ചു. നിലവിൽ സർക്കാരിന്റെ 108 ആംബുലൻസ് അടക്കം 2 ആംബുലൻസുകളുടെ സേവനമിനി ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകും. 20 ലക്ഷം രൂപ ചെലവിൽ എയർ കണ്ടീഷൻ അടക്കമുള്ള പുതിയ B ടൈപ്പ് ആംബുലൻസാണ് പുതിയതായി ഫ്ളാഗ് ഓഫ് ചെയ്തത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായ ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ മുഖ്യാതിഥിയായി. എന്തായും ചോദിക്കാൻ. അപ്പോൾ നമ്മുടെ ആംബുലൻസ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് ഇല്ലാതിരുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അത് സഫലമായിരിക്കുകയാണ്. അപ്പോൾ പാവപ്പെട്ട നമ്മുടെ ഈ ഏരിയയിൽ കൂടുതലും പാവപ്പെട്ട ജനങ്ങളാണ്. അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ആംബുലൻസിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ സ്ഥലത്തിൻ്റെ കാര്യം കൂടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ സ്ഥലപരിമിതി മൂലം പലതും നമ്മൾക്ക് വേണ്ട വിധത്തിൽ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായും എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ഥലമെല്ലാം ആക്കി നമ്മുടെ ഈ ആശുപത്രി ഏറ്റവും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല ആശുപത്രിയായിട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ ചേലക്കര ഈ ഹോസ്പിറ്റൽ താലൂക്ക് ആശുപത്രിക്ക് കഴിയട്ടെ. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷ P പ്രശാന്തി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM മനീഷ്, ഷിജിത ബിനീഷ്, വാർഡ് മെമ്പർ ജാഫർ മോൻ,
എല്ലിശ്ശേരി വിശ്വനാഥൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത്, ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളായ കെ സി മുരുകേശൻ, ജോൺ ആടുപാറ, രാഹുൽ വി നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. ചേലക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രിയ പി നന്ദി അർപ്പിച്ചും സംസാരിച്ചു. നമ്മുടെ മുൻപുണ്ടായിരുന്ന വാഹനം അതിൻ്റെ കാലാവധി പൂർത്തീകരിച്ചപ്പോൾ വാഹനത്തിന് വേണ്ടി അന്നത്തെ മന്ത്രിയെ സമീപിച്ചപ്പോൾ ഒട്ടും താമസിയാതെ തന്നെയാണ് ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സന്നദ്ധമായത്. സാങ്കേതികമായ ഓഫീസ് വർക്കുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് പിന്നീട് ഈ സമയം നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വന്നത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ നാടിന് സഹായകരമായ വിധം നമ്മുടെ ആംബുലൻസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ആശുപത്രിയുടെ വികസനത്തിൽ ഒരു വലിയ കുതിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തി. CCV ന്യൂസ് ചേലക്കര.